ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ ക്രിസ്മസ് സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പുൽക്കൂടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹോളി ആർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇറ്റലി ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറാണിത്. പൊതുവേ ഞാൻ അധികം ഓൺലൈൻ ഷോപ്പിംഗ് ഒന്നും നടത്താറില്ലെങ്കിലും ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഇവിടെ പുൽക്കൂടിൻ്റെ മോഡലൊക്കെ ഞാൻ സാധാരണയായിട്ട് ഓൺലൈനിൽ സെർച്ച് ചെയ്തിട്ട് കുറേ റെഫറൻസ് ഒക്കെ എടുത്തിട്ടാണ് ഉണ്ടാക്കാറ്. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞു സ്റ്റാച്യൂസ് ഒക്കെ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ച ഒരു സൈറ്റാണ് ഈ ഹോളി ആർട്ട് എന്ന് പറയുന്നത്. ഇവർ കാത്തലിക് ആയിട്ടുള്ള റിലീജിയസ് ഐറ്റംസ് വിൽക്കുന്ന ഒരു സ്റ്റോറാണ്. ഇതിൽ നമുക്ക് ഒത്തിരിയധികം സാധനങ്ങൾ കാണാൻ പറ്റും. ക്രിസ്മസ് റിലേറ്റഡ് മാത്രമല്ല, ഈസ്റ്റർ അതേപോലെ തന്നെ പള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഈ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ട്രസ്റ്റിനെ കുറിച്ച് ആദ്യം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും 100% ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ളൊരു സൈറ്റാണ്. കാരണം ഞാൻ അതിൽ നിന്ന് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഓൺലൈൻ പർച്ചേസ് ഇപ്പം നടത്തിയായിരുന്നു. ഉള്ളിലുള്ളതെല്ലാം തന്നെ പൊട്ടുന്ന സാധനങ്ങളായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ് അവരുടേത്. അപ്പോൾ തുറന്നപ്പോൾ തന്നെ നമുക്കൊരു ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടി. അതേപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ഇത് തിരിച്ചയക്കേണ്ടി വന്നാലുള്ള റിട്ടേൺ ലേബലുണ്ട്. നമ്മൾ വാങ്ങിച്ചത് ഇതൊക്കെയാട്ടോ: ഒരു പോട്ടറി ചെയ്യുന്ന ആൾ, പിന്നെ ഒരു പട്ടാളക്കാരൻ, അതേപോലെ തന്നെ പോട്ടറി ചെയ്യുന്ന ആളുടെ ഒരു ചെറിയ സ്റ്റാൻഡ്, അയാൾ ഉണ്ടാക്കിയ കുറച്ച് കുടങ്ങളൊക്കെ ആയിട്ടുള്ളത്, പിന്നെ സ്റ്റെപ്പിലൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, അടുത്തതായിട്ട് കുടമൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു പെണ്ണ്, പിന്നെ കൊട്ടാരം ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ കൊട്ടാരത്തിൻ്റെ വാതിൽ. അടുത്തത് ഒരു സെപ്പറേറ്റ് ബോക്സിലായിരുന്നു നമ്മൾ ചെറിയൊരു പുഴയും ഒരു പാലവും ഒക്കെ ആയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. എല്ലാ തവണയും പുഴയും പാലവും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ആക്സസറീസിന് വേണ്ടിയിട്ട് ഒത്തിരി അധികം സമയം സ്പെൻഡ് ചെയ്യണമുണ്ട്. ഞാൻ ഇത്തവണ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. റെസിൻ്റെ വർക്കായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ഇത് റെസിനല്ല, OHP ഷീറ്റ് കൊണ്ട് അവർ ചെറുതായിട്ടൊരു പുഴയുടെ പോലത്തെ അപ്പിയറൻസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. മിക്കപ്പോഴും പുൽക്കൂടുണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും വീടിനേക്കാളും വലിപ്പം ഉണ്ടാവും സ്റ്റാച്യൂസിന്. അതേസമയം ഈ ഹോളി ആർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കുഞ്ഞി സൈസിലേക്ക് സ്റ്റാച്യൂസ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാട്ടോ നമ്മൾ ഇത്തവണ അങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ സ്റ്റാച്യൂസ് അതിൻ്റെ ഉള്ളിൽ കടന്നോളും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ മോർ.